എല്ലാവർക്കും നമസ്കാരം. നാച്ചുറൽ ഡെസ്റ്റിനേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ ബെർലിനിലാണ്. അപ്പോൾ ഇവിടെ ചെറി ബ്ലോസം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ചെറി ബ്ലോസം നിറച്ച് പൂത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ അതിരാവിലെ വന്നു. ആൾക്കാരൊന്നും വരുന്നതിന് മുന്നേ ഇവിടെ ഞാൻ ഏകദേശം ഒരു റെഗൻസ്ബർഗിൽ നിന്ന് ഏകദേശം ഒരു 8-9 മണിക്കൂർ യാത്ര ചെയ്ത് ഇപ്പോൾ ഇവിടെ എത്തിയതാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ ചെറി ബ്ലോസം ട്രീസിലേക്ക് പോകാം. 3-4 സ്ഥലത്തേക്ക് നമുക്ക് കാണാൻ പോകാനുണ്ട്. ഇപ്പോൾ മോർവേഗ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ ഏകദേശം ഒരു 1000-നോടടുത്ത് ചെറി ബ്ലോസം ചെടികളുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഡ്രോൺ വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഇവിടെ വന്നിട്ട് ഡ്രോൺ പറപ്പിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇവിടെ ഇത്ര രാവിലെ വന്നതുകൊണ്ട് വലിയ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് പറപ്പിക്കാൻ പറ്റി. പിന്നെ ലീഗലാണ്, ഇവിടെ കുഴപ്പമൊന്നുമില്ല. DJIയുടെ ആപ്പ് അതിന് സംബന്ധിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറപ്പിക്കുന്നത്. എന്തായാലും മുകളിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. സ്ട്രെയിറ്റ് കുറേ ദൂരത്തിൽ ഇങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പാത്ത് മോർവെഗ് എന്ന് പറഞ്ഞ പാത്താണ്, മൗർവെഗ്. അപ്പോൾ ഇത് ആക്ച്വലി ജപ്പാൻകാർ ബെർലിൻ വാള് വീണ സമയത്ത് ജപ്പാൻകാർ ആക്ച്വലി നട്ടതാണ് ഈ സാധനം. അപ്പോൾ അത് ഒറിജിനലി ജപ്പാനിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് നട്ടിരിക്കുന്നതാണ്. ജർമ്മനിയുടെ റീയൂണിഫിക്കേഷൻ, ആ ഒരു റീയൂണിഫിക്കേഷൻ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു ജാപ്പനീസ് ആണ് ബേസിക്കലി, ഒരു TV സ്റ്റേഷനാണ് ബേസിക്കലി ഇത് സ്പോൺസർ ചെയ്തത്. അപ്പോൾ ഇത് ജെന്വിനായിട്ട് ജപ്പാനിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ചെറി ബ്ലോസം ട്രീസ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഹിസ്റ്ററിയിൽ എല്ലാം എഴുതിയിരിക്കുന്നത്. 1100ഓളം ട്രീസ് ഇവിടെയുണ്ട്. ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ ട്രീസൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും നല്ല ഭംഗിയുണ്ട് ഇതിലൂടെ നടക്കാൻ. ഇത് അതിരാവിലെ വന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും നമുക്ക് കുറച്ച് നേരം ഇവിടെ നിൽക്കാം. വലിയ ആൾക്കാർക്കൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ചും കൂടി ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എന്തായാലും നല്ല അടിപൊളിയല്ലേ, ഇതിൽ കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് ഇപ്പം തന്നെ. ഇപ്പോൾ അതിരാവിലെയാണ്, ടെമ്പറേച്ചറൊക്കെ നല്ല കുറവാണ് കേട്ടോ. ആക്ച്വലി സ്പ്രിങ് ആണിവിടെ, ഇപ്പം സ്പ്രിങ് സീസൺ ആണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ടെമ്പറേച്ചർ ഭയങ്കര ലോ ആയി. രണ്ടാമത് വീണ്ടും വിൻ്ററൊക്കെ കഴിഞ്ഞ് വന്ന് ടെമ്പറേച്ചർ പൊങ്ങി വന്നതായിരുന്നു. ആ സമയത്താണ് ഇത് പൂക്കാൻ തുടങ്ങിയത്. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ഇത് ടെമ്പറേച്ചർ ലോ ആയിപ്പോയി. അതെന്താ സംഭവം എന്നറിയില്ല. ഏതായാലും സെക്കൻഡ് വിൻ്റർ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ടെമ്പറേച്ചർ വീണ്ടും ലോ ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ ഇപ്പം നല്ല തെളിച്ചമുണ്ട്, അതാണ് ഏറ്റവും വലിയ ഗുണം. മഴയില്ല, നന്നായിട്ട് തെളിഞ്ഞാണ് കിടക്കുന്നത്. ആകാശം തെളിഞ്ഞു വരുന്നുണ്ട്. സൺറൈസ് ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഇനിയിപ്പോൾ തെളിഞ്ഞു കഴിയുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവുമെന്ന് തോന്നുന്നു. ഏതായാലും വീഡിയോയുടെ സ്റ്റാർട്ടിങ് വന്ന ആ ഡൾനെസ് ഇപ്പോൾ ഇല്ല, നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഏതായാലും നമുക്കിനി ബാക്കി കുറച്ച് വ്യൂ കൂടി കാണാം, കുറച്ചും കൂടി അടുത്തുള്ളത്. പിന്നെ കുറച്ച് ഡ്രോൺ വ്യൂസൊക്കെ കാണാം. ഇപ്പോൾ സൺറൈസൊക്കെ ആയി കഴിഞ്ഞു. അപ്പോൾ ആ ലൈറ്റ് വന്നിട്ട് ഈ പല പൂക്കളും ഇങ്ങനെ നന്നായിട്ട് തിളങ്ങി വരുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയായിട്ട് ഒരു ഗോൾഡൻ കളറും കൂടി അതിൻ്റെ കൂടെ കൂടിയപ്പം ഇപ്പോൾ പൂക്കൾക്കെല്ലാം കുറച്ചൊരു ഓറഞ്ച് ഷെയ്ഡ് പോലെ തോന്നുന്നുണ്ട്, ആ മഞ്ഞ കളർ കയറി വന്നപ്പം. ഏതായാലും നല്ല നല്ല ഭംഗിയുണ്ട് ഇവിടെ നിൽക്കാനും, നിൽക്കുമ്പോൾ എല്ലാം ചുറ്റുപാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. എന്തായാലും ഇത് ബെർലിനിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, ബെർലിൻ ടൗണിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്തിപ്പെടാനും കാണാനും ഒക്കെ നല്ല സൗകര്യമാണ് കേട്ടോ. പിന്നെ ഇത് സ്പ്രിംഗ് സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വന്നാൽ മാത്രമേ ഈ സംഭവം കാണാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ചെറുതായിട്ട് ഇലയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി 2 ആഴ്ച കൂടി കഴിയുമ്പോഴത്തേക്കും ഇത് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഇപ്പോൾ ഏപ്രിൽ മാസമാണല്ലോ, ഏപ്രിൽ മാസത്തിലാണ് ഇപ്പോൾ ഇത് വന്ന് കാണുന്നത്. ഏതായാലും നല്ല അടിപൊളിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ടൂലിപ്പ് ഫീൽഡ്സ് കാണാൻ വേണ്ടിയിട്ട് നെതർലാൻഡ്സിൽ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നെതർലാൻഡ്സിൽ ഇപ്പോൾ പതുക്കെ സ്പ്രിംഗ് ആയിട്ട് ടൂലിപ്സ് എല്ലാം പൊങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്കിനി ആ വീഡിയോയിൽ കാണാം.
എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.